ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം 1885 മുതൽ 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885 ഡിസംബർ 28. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന പ്രമുഖ സിദ്ധാന്തം സുരക്ഷാ വാൾവ് സിദ്ധാന്തം, സേഫ്റ്റി വാൾവ് തിയറി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിതാവ് A.O. ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി A.O. ഹ്യൂം. INCയുടെ ആദ്യ പ്രസിഡന്റ് W.C. ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് ബോംബെ ഗോകുൽദാസ് തേജ്പാൽ കോളേജ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളന വേദിയായി തീരുമാനിച്ചിരുന്നത് പൂനെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റാൻ കാരണമായ പകർച്ചവ്യാധി പ്ലേഗ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 72. കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ബാരിസ്റ്റർ G.P. പിള്ള. INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റി ഇംഗ്ലണ്ടിൽ രൂപീകരിച്ച വർഷം 1889. 1888 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരായി സർ സയ്യിദ് അഹമ്മദ് ഖാൻ രൂപീകരിച്ച സംഘടന യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ. ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷൻ വില്യം വെഡർബൺ. ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ഔദ്യോഗിക മാസിക ഇന്ത്യ. 1888 ഇംഗ്ലണ്ടിൽ INCയുടെ ശാഖ ആരംഭിച്ച വ്യക്തി വില്യം ഡിഗ്ബി. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറേക്കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പറഞ്ഞത് W.C. ബാനർജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ യോഗ പ്രസംഗത്തിൽ. കോൺഗ്രസിന് ആദ്യമായി ഒരു ഭരണഘടന തയ്യാറാക്കിയ സമ്മേളനം 1908 മദ്രാസ് സമ്മേളനം. കോൺഗ്രസിന് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തി ആനന്ദ് മോഹൻ ബോസ്. 1908 മദ്രാസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷ്. INC സമ്മേളനത്തിന് ഡൽഹി ആദ്യമായി വേദിയായത് 1918. INCയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദി അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി തിരഞ്ഞെടുത്ത സമ്മേളനം 1925 കാൺപൂർ സമ്മേളനം. അടുത്തടുത്ത സമ്മേളനങ്ങളിൽ പ്രസിഡന്റായ അച്ഛനും മകനും മോത്തിലാൽ നെഹ്റു 1928 കൊൽക്കത്ത സമ്മേളനം, ജവഹർലാൽ നെഹ്റു 1929 ലാഹോർ സമ്മേളനം. ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന വ്യക്തി ആചാര്യ J.B. കൃപലാനി. ബ്രിട്ടീഷുകാർ നിരോധിച്ച INC സമ്മേളനങ്ങൾ 1932 ഡൽഹി, 1933 കൽക്കത്ത. 1938 INC നിയമിച്ച ദേശീയ ആസൂത്രണ കമ്മിറ്റി അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. സ്വാതന്ത്ര്യത്തിനു മുൻപ് ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റായിരുന്ന വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വാതന്ത്ര്യ ഇന്ത്യയിൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത ഇന്ദിരാഗാന്ധി. കോൺഗ്രസിൻ്റെ ശതാബ്ദി സമ്മേളനത്തിൽ അധ്യക്ഷനായ ആദ്യ പ്രസിഡന്റ് രാജീവ് ഗാന്ധി 1985. രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായത് 2017 ഡിസംബർ 16. AICCയുടെ 87ാമത്തെ പ്രസിഡന്റ്. കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് 1907 സൂററ്റ് പിളർപ്പ്. സ്വാതന്ത്ര്യത്തിനു മുൻപ് ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം കൊൽക്കത്ത. സ്വാതന്ത്ര്യത്തിനു ശേഷം ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം ന്യൂഡൽഹി. INCയുടെ മുസ്ലിം ലീഗിൻ്റെയും പ്രസിഡന്റായ ഏക വ്യക്തി M.A. അൻസാരി. INCയുടെയും ഹിന്ദു മഹാസഭയുടെയും പ്രസിഡന്റായ ഏക വ്യക്തി മദൻ മോഹൻ മാളവ്യ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഡഫറിൻ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ലോർഡ് റാൻഡോൾഫ് ചർച്ചിൽ. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി പട്ടാഭി സീതാരാമയ്യ.
ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം എഴുതിയത് പട്ടാഭി സീതാരാമയ്യ. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകത്തിന് ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ചെന്നൈ. INCയുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യ വനിത കാദംബനി ഗാംഗുലി. INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിത പണ്ഡിത രമാബായ്. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ദളിത് വംശജൻ D. സഞ്ജീവയ്യ. തുടർച്ചയായ 2 സമ്മേളനങ്ങളിൽ അധ്യക്ഷനായ ആദ്യ പ്രസിഡന്റ് റാഷ് ബിഹാരി ഘോഷ് 1907, 1908. കോൺഗ്രസിലെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ഹക്കീം അജ്മൽ ഖാൻ. പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റ് സീതാറാം കേസരി. INC വിശേഷണങ്ങൾ. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന. ഇത് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ഡഫറിൻ പ്രഭു. കോൺഗ്രസിൻ്റെ സമാധാനപരമായ അന്ത്യമാണ് എൻ്റെ ലക്ഷ്യം. ഇത് പറഞ്ഞത് കൾസൺ പ്രഭു. 3 ദിവസത്തെ തമാശ. ഇത് AK ദത്തയുടെ വാക്കുകളാണ്. യാചകരുടെ സംഘടന അരബിന്ദ ഘോഷ്. വർഷത്തിൽ ഒരിക്കൽ തവളകളെപ്പോലെ കരഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ പറഞ്ഞത് ബാലഗംഗാധര തിലക്. അവധിക്കാല വിനോദ പരിപാടി എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലക്. പ്ലേയിങ് വിത്ത് ബബിൾസ്. ഇത് ബിപിൻ ചന്ദ്രപാലിൻ്റെ വാക്കുകളാണ്. നിഗൂഢതയിൽ നിന്ന് രൂപം കൊണ്ടത് പട്ടാഭി സീതാരാമയ്യയുടെ. പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ നിന്ന് രൂപം കൊണ്ടത്. ഇങ്ങനെ പറഞ്ഞത് AO ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആശയം ലോർഡ് ഡഫറിൻ്റെ ബുദ്ധിയാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ലാല ലജ്പത് റായ്. രാജ്യദ്രോഹത്തിൻ്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്.